ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത പെരുന്നാൾ വരാനായപ്പോഴാണ് കഴിഞ്ഞ പെരുന്നാളിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ട്. പക്ഷെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. തവണത്തെ പെരുന്നാളിന് നമ്മൾ കുറച്ചധികം സ്വീറ്റ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരെയും കാത്ത് വെളിയിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ ഇതിലൊരു പ്രശ്നമേ ഉള്ളൂ, ഞാൻ മറ്റേ തറ്റ് കിടക്കുമായിരുന്നു. എനിക്ക് തീരെ ഫോട്ടോസ് എടുക്കും. ഗെയ്സ് ആദ്യം വന്നിട്ടുള്ളത് നമ്മുടെ പോവല്ല എടാ, ഇത്തവണ രസമുണ്ട്. നമുക്ക് മധുരം കഴിക്കാം. എന്താണ് ഇട്ടേക്കുന്നത്? നീ നിനക്ക് നോക്കട്ടെ. പക്ഷെ രസമുണ്ടടി. അവന്റെ ഡെക്കൂടെ ഗായ്സ്, അങ്ങനെ നമ്മുടെ റിയ വന്നിട്ടുണ്ട്. അന്നെ ഓർത്താണ് ചോക്കി ചോക്കി വാങ്ങിച്ചേ. പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി. നമ്മൾ മന്ദബുദ്ധികൾ. നമ്മളെവിടെയാണ്? അത് നമുക്ക് ആലോചിക്കണം. ഞാൻ മാസവാടൊക്കെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പള്ളി പോയില്ല. 0.5 വണ്ണ മുട്ടായി തട്ടെ. ഈ മുട്ടായാണോ? ആ വേണ്ട. പറഞ്ഞോട് വേണ. അശോ വീണ്. പിന്നെ നമ്മുടെ മെയിൻ ടൈമാണ് അങ്ങോട്ട് എല്ലാവരും പോവുക, അവരൊക്കെ ഇങ്ങോട്ട് വരിക, എന്നാൽ നമ്മളെല്ലാവരും കാണുക എന്നുള്ളതാണല്ലോ മെയിൻ പർപ്പസ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഒരുങ്ങാത്ത, ഇത്രയും മടി പിടിച്ചിട്ടുള്ളൊരു പെരുന്നാൾ ഈ കഴിഞ്ഞതിലൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യാനായിട്ടൊന്ന് പോയിട്ട് വരാം. ഈ നേരെ കാണുന്നത് ഞങ്ങളുടെ ഒരു മൂത്താപ്പാൻ്റെ വീടാണ്. മൂത്താപ്പായും മൂത്തുമ്മായും താത്തായും പിന്നെ നേരത്തെ ആദ്യം നമ്മൾ വീഡിയോയിൽ കണ്ട റിച്ചു ആണ് ഈ വീട്ടിലുള്ളത്. അയ്യോ, ഇല്ല കിട്ടിയോനെ. ഗൈസ്, ലിഹമോൾക്ക് വയ്യ, ഇൻഫെക്ഷൻ ഒക്കെ എത്ര. എടാ, ഇത് എന്റെ വീട് കറക്റ്റ് ഞങ്ങൾ ഇത് മുറ്റം ചെയ്തച്ച പോലെ ഉണ്ട് കേട്ടോ. ഇനി എവിടേക്കാ കയറി കുന്തപ്പെടുക്ക, കുഞ്ഞി കുന്തപ്പെടുക്ക. ലത്തീഫ വിളിച്ചെന്ന്, ബഷീറല്ലാന്ന് കണ്ട. അവര് വന്നാ മതി അല്ലേ? പറ്റത്തില്ല. ഇല്ല മാ. ഗൈസ്, ടേസ്റ്റ് ഇല്ല. അനക്ക് പിന്നെ തരാം. ഇപ്പൊ ഗസ്റ്റുകൾ പായസം വന്നിട്ടുണ്ട്. കൂടുതലുള്ള പായസം ഒക്കെ കുടിച്ച സ്ഥിതിക്ക് ഇനി എല്ലാവരും കൂടെ കുറെ നേരം അവിടെ നിന്ന് നല്ല കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ്, കപ്പിൾ ഫോട്ടോസ് ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭാവിമാരെയൊക്കെ നിങ്ങൾ പല പല വീഡിയോസിൽ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നിന്ന് വർത്താനം പറയാന്നുള്ളൊരു പർപ്പസും കൂടി ഉള്ളത് കൊണ്ടും പിന്നെ അതൊരു വളരെ രസകരമായ പരിപാടി ആയതുകൊണ്ടും കുറേ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ കഥ പറഞ്ഞതെന്ന് എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല. എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി എല്ലാവർക്കും വീടുകളിലൊക്കെ പോകേണ്ടതുകൊണ്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം വരെ കിടന്ന് എല്ലാവരും നല്ലൊരു ഉറക്കത്തിന് ശേഷമാണ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഈ കൂടിയത് മെയിനായിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് കഥ പറയുക, അന്നത്തെ വിശേഷങ്ങൾ പറയുക, ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും ഉമ്മാടെ
വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. കിട്ടിയേക്കുന്നത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റാത്ത അത്രയും ദൂരത്തിലായതുകൊണ്ടും എനിക്ക് 5 മണിക്കൂർ മിനിമം വേണ്ട റീസൺ കൊണ്ടും ഞാൻ ഇന്ന് പോകത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അല്ലെങ്കിൽ തന്നെ പനി കൊണ്ട് എനിക്ക് ആകെ ഞാൻ മരിക്കാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിയിൽ ഒന്ന് പോയി ചായ കൂടി കുടിച്ചിട്ട് നമ്മുടെ പെരുന്നാളൊക്കെ അവസാനിപ്പിച്ചു.